ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ക്രിസ്പാൻഷ്യൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ചാർട്ട് പേപ്പർ പീസ് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും ബോട്ടിലോട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്കെച്ച് പെൻ വെച്ച് ഒന്ന് ഷേപ്പ് ഒന്ന് ബോട്ടിലോട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു സൈഡ് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ന്യൂസ് പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. ഈ ബോട്ടിലിൻ്റെ ഉൾവശത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം നിറയെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ബോട്ടിന് ചുറ്റുമായിട്ട് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് പിരിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഫോയിൽ പേപ്പർ വേസ്റ്റ് ആയിട്ടിരുന്ന അതും കുറച്ച് ചുരുട്ടി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വുഡിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫെവിക്കോളും വാൾപുട്ടിയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ബോട്ടിലിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് തേക്കുന്നത്. എന്നിട്ട് അതിന് പുറമേ കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബോട്ടിൽ ഫുള്ളൊന്ന് പുട്ടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ള് പുട്ടി അടിച്ചെടുത്തു. ഡ്രൈ ആയിട്ട് എടുത്തിട്ടുള്ളതാണിത്. ഇനി കുറച്ച് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കൂട്ട് പേപ്പർ എടുത്തിട്ട് അതൊന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. ഒരു ബുഷി ആയിട്ടുള്ള ഒരു ട്രീയുടെ ഒരു എഫക്റ്റാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ലീവ്സ് ബുഷി ആയിട്ട് നിൽക്കുന്ന ലീവ്സിന് വേണ്ടിയിട്ടാണിത് ചുരുട്ടിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കുറച്ചധികം പേപ്പേഴ്സ് ചുരുട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പേപ്പേഴ്സിന് മുകളിലായിട്ട് പുട്ടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഡ്രൈ ആക്കി എടുത്തു. ഇനി കുറച്ച് മൗൾഡ് ക്ലേ എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കുവാണ്. ഒരു വള്ളിച്ചെടിയുടെ ഒരു സ്റ്റെമ്മാണ് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ബോട്ടിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വള്ളിച്ചെടികൾ ബോട്ടിലോട്ട് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ക്ലേ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ക്ലേ മോൾഡ് വെച്ചിട്ടാണ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്.
അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ലീവ്സ് കുറച്ച് ക്ലേ എടുത്തിട്ട് കൈകൊണ്ടൊന്ന് പരത്തിയെടുത്ത് ലീവ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ലീവ്സിൻ്റെ ഒരു ടെക്സ്ചർ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കത്തി കൊണ്ടാണ് ആ ഒരു ടെക്സ്ചർ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഫുള്ള് ലീവ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് പെയിൻറ്റ് ചെയ്യുന്നത് ബ്രൗൺ കളറാണ്. അതൊന്ന് ബോട്ടിൻ്റെ ഉൾഭാഗത്ത് പുറമേ എല്ലാം ഒന്ന് ആ ഒരു വുഡ് ടെക്സ്ചർ കിട്ടുന്ന ഭാഗങ്ങളിലെല്ലാം ഒന്ന് ബ്രൗൺ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ബോട്ടിൽ ഫുള്ളൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലിൻ്റെ പുറമെ കളർ ചെയ്ത ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ലെമൺ യെല്ലോ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് വിടുന്നുണ്ട്. ഇനി ആ വള്ളിച്ചെടിയുടെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഡാർക്ക് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത് സ്റ്റെമ്മിന് അടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ലീവ്സിന് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഫുള്ള് ലീവ്സ് എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ലീവ്സിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് മെറൂൺ കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലീവ്സ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ഈ കളറ്. ഇനി ഫ്ലവേഴ്സിന് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിങ്ക്, റെഡ്, യെല്ലോ കളേഴ്സാണ് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഫ്ലവേഴ്സിന് സെൻട്രലായിട്ട് യെല്ലോ കളറും റെഡ് കളറും വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് ബോക്സിൻ്റെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു വേലിയുടെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് നെറ്റിൻ്റെ ഒരു പീസ് ഞാൻ ചുറ്റിനും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പഴയൊരു ഷോ പീസ് ചീത്തയായിപ്പോയതിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. 2 ബേർഡ്സിൻ്റെ ഇത്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. ഇത് ബോട്ടിനുള്ളിലോട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബേസിലോട്ട് ഈ ബോട്ടിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ബെഞ്ചാണ്, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ ബെഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.